നമസ്കാരം. അഹമ്മദാബാദിൽ ദുരന്തത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ ഈ വർഷം ഡിസംബറിൽ അറ്റകുറ്റപ്പണികളുടെ പരിശോധനയ്ക്കായി വിധേയമാക്കേണ്ടതായിരുന്നുവെന്നാണ് എയർലൈൻ അധികൃതർ പറയുന്നത്. 2023 ജൂണിലായിരുന്നു അവസാനമായി പരിശോധനകൾ നടത്തിയതെന്നും അധികൃതർ പറഞ്ഞു. എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡാണ് പരിശോധനകൾ നടത്തിയത്. ജൂൺ 12-നായിരുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനം പറന്ന് നിമിഷങ്ങൾക്ക് ഉള്ളിൽ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്ക് തകർന്നു വീണത്. 230-ലധികം യാത്രക്കാരും 12 ജീവനക്കാരും ആ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ 241 പേരും അപകടത്തിൽ മരിച്ചു. രക്ഷപ്പെട്ട ഒരു യാത്രക്കാരൻ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ഏകദേശം 12 വർഷം പഴക്കമുള്ള വിമാനത്തിന്റെ വലതുവശത്തെ എഞ്ചിൻ 2025 മാർച്ചിൽ നന്നാക്കി സ്ഥാപിച്ചു. അതേസമയം ഇടതുവശത്തെ എഞ്ചിന്റെ പരിശോധന 2025 ഏപ്രിലിൽ നടത്തിയതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. GE എയ്റോസ്പേസ് നിർമ്മിച്ച GE-NX എഞ്ചിനുകളാണ് വിമാനത്തിന് കരുത്തു പകരുന്നത്. എഞ്ചിനുകളോ വിമാനത്തിലോ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എയർ ഇന്ത്യയിൽ നിന്നും ഔദ്യോഗിക പ്രസ്താവനയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 വിമാനങ്ങളും 787-9 വിമാനങ്ങളും സുരക്ഷാ പരിശോധനകൾ വർദ്ധിപ്പിക്കാൻ വ്യോമയാന നിരീക്ഷണ ഏജൻസിയായ DGCA ഉത്തരവിട്ടിട്ടുണ്ട്. വിമാനത്തിന്റെ സുരക്ഷാ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും 9 വിമാനങ്ങളുടെ പരിശോധനകൾ പൂർത്തിയായതായും എയർ ഇന്ത്യ അറിയിച്ചു. എയർലൈനിന് 26 ലെഗൻസി ബോയിംഗ് 787-8 വിമാനങ്ങളും 7 787-9 വിമാനങ്ങളുമുണ്ട്. ഈ വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധന മെച്ചപ്പെടുത്തുന്നതിനായി DGCA സ്വീകരിക്കുന്ന നടപടികളെ പിന്തുണയ്ക്കുന്നതിനായി GE എയ്റോസ്പേസ് അറിയിച്ചു. അന്വേഷണ ഏജൻസികളുമായി ഞങ്ങൾ തുടർന്നും സഹകരിച്ച് പ്രവർത്തിക്കും. ഈ അപകടത്തിന്റെ കാരണം മനസ്സിലാക്കാൻ ആവശ്യമായ എല്ലാ സാങ്കേതിക പിന്തുണയും നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് GE എയ്റോസ്പേസ് വക്താവ് വ്യക്തമാക്കി. അതേസമയം എയർ ഇന്ത്യയെ ടാറ്റ ഏറ്റെടുത്ത 3 വർഷത്തിന് ശേഷം ലോക നിലവാരമുള്ള ഒരു വിമാനമാക്കി, അതായത് ആ ലോകോത്തര എയർലൈൻ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ വിവിധ വശങ്ങൾ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തി വരികയായിരുന്നുവെന്നാണ് മുൻ വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേൽ പറഞ്ഞത്. കൂടാതെ വലിയ രീതിയിൽ വിമാനത്തിന്റെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് DGCA അടക്കമുള്ളവർ പറയുന്നത്. വിമാന അപകട അന്വേഷണ ബ്യൂറോ വിമാനത്തിന്റെ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപകടത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുന്നതിനായി വിവിധ രംഗങ്ങളിലെ വിദഗ്ധരടങ്ങിയ ഒരു ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എന്നാലും വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിയുമായി സംബന്ധിച്ചും വിമാനം ഏത് രീതിയിലാണ് അപകടത്തിൽപ്പെട്ടത്, പൈലറ്റിന്റെ പരിചയക്കുറവൊന്നും പറയാൻ പറ്റില്ല. കാരണം പൈലറ്റിന് വർഷങ്ങളോളമായി എക്സ്പീരിയൻസ് ഉള്ള വിദഗ്ധരായ പൈലറ്റുമാരാണ്. വിമാനത്തിൽ ആദ്യം പക്ഷി ഇടിച്ചു എന്നാണ് ആദ്യം ഒരു വാർത്ത വന്നത്. പക്ഷേ അതെല്ലാം തന്നെ DGCA തള്ളിക്കളയുന്നു. വിമാനത്തിൽ പക്ഷിയൊന്നും ഇടിച്ചിട്ടില്ല. എഞ്ചിന്റെ ഫെയിലർ ആണോ അതോ ഇനി ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറ് ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമാണ് ഇനി DGCAയും സിവിൽ ഏവിയേഷനും അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമയി TV.